ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹോം വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നല്ല പണിയുള്ള ദിവസമായിരുന്നു. ഇന്ന് നല്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല പണിയാണ്. കാരണം വീട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് പണിക്കാർ പോയി കഴിഞ്ഞാൽ ഫുൾ തിരക്കാണ്. പക്ഷേ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവർക്ക് പണിയുള്ളൂ. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് വീട് ക്ലീൻ ചെയ്യേണ്ട ഒരു ദിവസമാണ്. സാധാരണ ഞാൻ ഓരോ ദിവസവും പണി കഴിയുന്നതിനനുസരിച്ചിട്ട് അവർ നന്നായിട്ട് അടിച്ചൊക്കെ വാരി ക്ലീൻ ആക്കിയിട്ടാണ് പോകും. അപ്പോൾ ഒന്നുകൂടെ അടിച്ച് ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചിടുക ചെയ്യുക എപ്പോഴും. പക്ഷേ ഇന്ന് മൊത്തത്തിൽ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം താഴെയും മേലെ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. നല്ല പൊടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് പണിയാണ് രാവിലെ മുതലേ. സാധാരണ ഇവിടെ പണിക്ക് വരുന്നത് 7 മണിക്കാണ്. പെയിൻറ്റിൻ്റെ ആൾക്കാർ പണിക്ക് വരുന്നത് രാവിലെ 7 മണിക്ക് വന്നിട്ട് 2:30 ആകുമ്പോൾ അവർ പോവുക ചെയ്യുക. കാരണം ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം പുറത്തൊന്നും പണിയെടുക്കാൻ പറ്റില്ല, അത്രയും വെയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, എനിക്കും സൗകര്യമാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേഗം ക്ലീൻ ആക്കാനുള്ളൊരു സമയവും കിട്ടും. അപ്പോൾ ഞാനിതാ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ കിച്ചണിൽ വർക്ക് ഏരിയയിൽ കുറച്ച് പെയിൻറ്റിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ പണി. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേഗം കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഓരോ ഭാഗം കഴിയുന്നതിനനുസരിച്ചിട്ട് ക്ലീനാക്കി പോവാണ്. അങ്ങനെ വേഗം കഴിയുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ കഴുകാനുണ്ടായത് അത് മെഷീനിലിട്ടു. അപ്പോൾ അതാ നമ്മൾ മേലെ റൂമിൽ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇങ്ങനെയല്ല, പ്ലെയിൻ വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ചേഞ്ച് വേണമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം 2 റൂമിനും ചുമര് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോൻ്റെ റൂമായിരുന്നു. പിന്നെ ഇത് വേറൊരു റൂമാണ്. 2 റൂമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതാ രണ്ടാമത്തെ റൂമാണിത്. അതും ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു ചുമരും അതുപോലെ എൻ്റെ മെയിനായിട്ടുള്ളൊരു വലിയ ചുമരും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു കളറാണ് കൊടുത്തത്. പക്ഷേ ഞാൻ വേറൊരു കളറായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു കളർ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇരിക്കട്ടെ, ഒരു മാറ്റം ആരാഗ്രഹിക്കാത്തല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു കളർ അടിച്ചപ്പോൾ കുറച്ച് ലൈറ്റ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ലൈറ്റൊക്കെ വെക്കണം, എന്നാൽ നല്ല വെളിച്ചം വരും. അപ്പോൾ താഴെയൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. ഇപ്പം പുറത്താണ് അവർ പണിയെടുക്കുന്നത്. പുറത്ത് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ ഞാനിവിടെ ലിവിങ് റൂമിലും ഈ ഒരു ചുമര് ഇതുപോലെ ഒന്ന് ടെക്സ്ചർ പോലെ ചെയ്ത്, ടെക്സ്ചർ അല്ല കേട്ടോ, ഇത് അവർ പുട്ടി കൊണ്ട് ചെയ്തതാണ്. അവർ കൈവച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു സംഭവമാണത്. അതൊന്ന് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ കാണുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞു വീട്. അപ്പോൾ നമ്മളെ കിച്ചൺ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വർക്ക് ഏരിയയിൽ ഗ്രിൽസൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ വർക്ക് ഏരിയയിലെ പെയിൻറ്റും കഴിഞ്ഞപ്പോൾ അതും വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ക്ലീനാക്കി വരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് നമുക്ക് ഒരു ജോലി എടുക്കാൻ പറ്റില്ല. വേഗം വയർത്ത് ബോഡി മൊത്തം വീക്കാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ക്ലീനാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അഴിച്ചു വെച്ച ഫോട്ടോയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരോ അതാത് സ്ഥാനത്ത് അതൊക്കെ തൂക്കി വെക്കുകയാണ്. ഈ ഒരു ടെക്സ്ചർ രസമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കളർ തന്നെയാണ് നമ്മൾ പുറത്ത് ബോർഡറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കളർ തന്നെ ഉള്ളിലും ചെയ്തതാണ്. കാരണം എൻ്റെ വീട് ഏകദേശം ഒരു ഗ്രേ ആണ് ടൈലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളർ തന്നെ പിടിച്ചതാണ്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അതാത് സ്ഥാനത്ത് കൊണ്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മൊത്തം ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ പെയിൻറ്റുകാരെന്ന് വെച്ചാൽ നല്ല ക്ലീനാക്കി തരും കേട്ടോ. നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാവില്ല. അവർ ചെയ്ത് വെക്കുന്ന പൊടികളൊക്കെ അവർ ഉരച്ചും ഇതാക്കിയൊക്കെ ചെയ്യുന്ന പൊടിയൊക്കെ അവർ തന്നെ അടിച്ച് ക്ലീനാക്കി തരും. പിന്നെ ഒന്നും കൂടെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ച് വരുന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് തുടക്കുക. പക്ഷെ നമുക്ക് കൂടുതൽ പണി ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ മേലെയും താഴെയൊക്കെ ഒന്ന് മൊത്തത്തിൽ തുടച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്, പോളിഷിൻ്റെ പണി. അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ അവർ വരുള്ളൂ. അപ്പോൾ അന്നേരം പിന്നെയും പൊടിയാവും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ വീണ്ടും പൊടിയാവുമെന്ന് വെച്ചിട്ട് നമ്മൾ തുടക്കാണ്ടും കഴുകാണ്ട് വെക്കുമ്പോൾ അത് കൂടുതലാവുകയുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് തീരെ ഇഷ്ടമാകാത്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അന്നേരം ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ച് വാരിയിട്ട് തുടക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊന്നും വെക്കുന്നില്ല. മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി ഈ പണി ഇപ്പോൾ ഒന്നും അവസാനിക്കില്ല, എന്തായാലും ഒരു 3-4 മണി വരെ ജോലി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വെക്കാൻ മെനക്കെട്ടില്ല. ഞാൻ വേഗം വെച്ച് എന്തായാലും ഈ ക്ലീനിങ് അങ്ങ് നടത്തിക്കളയാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ അടുത്ത മാഹിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വെക്കേണ്ട പണിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലങ്ങ് ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ ഷെൽഫൊക്കെ ഒന്ന് TV യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ, കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു. നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമ്മൾ കാണുമല്ലോ, പക്ഷേ ഒരുപാട് പൊടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ബുക്കൊക്കെ പുറത്തെടുത്ത് എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞ ബുക്കാട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിക്കുന്നത് ഈ ഒരു ബുക്കാണ്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. നല്ല ബുക്കാണ്. അതുപോലെ തന്നെ അശ്വതി ശ്രീകാന്തിൻ്റെ കാളി, അതും നല്ലൊരു കഥയാണ് കേട്ടോ. അത് പറ്റുമെങ്കിൽ വായിച്ചു നോക്കിക്കോ. ഒരു 2-3 കഥ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് മാറ്റൊക്കെ എല്ലാം കഴുകാനിട്ടിട്ട് എല്ലാം കഴുകി നമ്മൾ ഡ്രയറിലിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി. ഇനിയിപ്പോൾ ഒന്ന് നല്ല വെയിലാണല്ലോ, ഇട്ട് 1 മണിക്കൂറാകുമ്പോഴേക്കും ഉണങ്ങിപ്പോകും, അത്രയും വെയിലാണ്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ സോറി ഗൈസ്, ഞാൻ കുളിച്ചിട്ടില്ല, കാരണം എനിക്ക് ഇനിയും പണിയുണ്ട് ഇഷ്ടംപോലെ. പുറത്തൊരുപാട് കച്ചറയുണ്ട്, അതെല്ലാം ക്ലീൻ ആക്കണം. പിന്നെ അടിച്ച് വാരണം, മുറ്റം മൊത്തം അടിച്ച് വാരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് വീണ്ടും കുളിച്ച് വീണ്ടും നമ്മളത് ചെയ്യുമ്പോൾ പൊടിയാവുമല്ലോ, പിന്നെയും വേർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് വെയിൽ താണതിന് ശേഷം മുറ്റം അടിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് വെയിലത്ത്, പൊരിയുന്ന വെയിലത്ത് അടിച്ച് വാരി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് അടിച്ച് വരുന്നൊരു പതിവില്ല, മുറ്റം അങ്ങനെ നട്ടുച്ചക്കൊന്നും നമ്മൾ അടിച്ച് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലോണം കാലുമുഖമൊക്കെ കഴുകി ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ കാര്യമായിട്ടെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ലതായിട്ട് പണിയെടുത്തതുകൊണ്ട് രാവിലെ മര്യാദക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചോറ് തന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരണം. അതിനായിട്ട് നമുക്കൊന്ന് തലശ്ശേരി വരെ പോകാനും ഉണ്ട്. അപ്പോൾ ഞാനിത് വേഗം ചോറ് തിന്നാണ്. ഞാനൊരു ഹാഫ് ബിരിയാണി വാങ്ങി, പാറുവിനൊരു ഫുൾ ബിരിയാണി വാങ്ങി. ഇത് നമ്മളിവിടെ മാഹി തന്നെയുള്ള തട്ടുകട, തട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടുത്തെ ബിരിയാണി നല്ല ബിരിയാണി, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നേ വാങ്ങുള്ളൂ ബിരിയാണി വാങ്ങുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം മുറ്റമൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങിയത്. കുളിച്ച് ഞങ്ങൾ തലശ്ശേരി പോവാണ്. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങാനുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ത്രെഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും പാറുവും കൂടെ ഒന്ന് വേഗം പോയിട്ട് വരിക. കാരണം പാറുവിന് പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചത്തെ ലീവുണ്ട്, അതുകൊണ്ട് പിന്നെ പോകാമെന്ന് വെച്ചാൽ നടക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അന്നത്തെ ദിവസം തന്നെ ആ ഒരു പരിപാടി അങ്ങ് ചെയ്ത് തീർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.